ആരോഗ്യത്തോടെ ഇരിക്കാം. മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ്. ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ്, ഷൊർണൂർ. കൊപ്പം പഞ്ചായത്തിൽ പ്രസിഡന്റ് സ്ഥാനം CPM തിരിച്ചുപിടിച്ചു. ടി ഉണ്ണികൃഷ്ണനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു. 7 വോട്ടുകൾക്കെതിരെ 8 വോട്ടുകൾ നേടിയാണ് വിജയം. 4 വർഷത്തിനിടെ ഇത് 3ാം തവണയാണ് പഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രസിഡന്റായിരുന്ന മുസ്ലിം ലീഗിലെ MC അബ്ദുൾ അസീസിനെതിരെ CPM അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതിനെ തുടർന്നാണ് 3ാമത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് വന്നത്. ഏക BJP അംഗം വിട്ടുനിന്നു. അബ്ദുൾ അസീസിന് കിട്ടിയിരിക്കുന്നത് 7 വോട്ടാണ്. അതുപോലെ ടി ഉണ്ണികൃഷ്ണന് കിട്ടിയിരിക്കുന്നത് 1 വോട്ടും, 1 വോട്ട് അസാധുവായി മാറുകയാണ് ചെയ്തത്. അപ്പോൾ 1 വോട്ട് കൂടുതൽ കിട്ടിയത് കൊണ്ട് ശ്രീ ടി ഉണ്ണികൃഷ്ണനെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിച്ചായിട്ട് പ്രഖ്യാപിച്ചു. 4 വർഷത്തിനിടെ 3 തവണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും 2 തവണ അവിശ്വാസ പ്രമേയം പാസ്സാകുന്നതുമൊക്കെ അപൂർവമാണ്. ഒരുപാട് രാഷ്ട്രീയ കരുനീക്കങ്ങൾക്കൊടുവിൽ കൈവിട്ട പ്രസിഡന്റ് സ്ഥാനം വീണ്ടും CPM തിരിച്ചുപിടിച്ചു. അവിശ്വാസത്തിൽ പിന്തുണച്ച കോൺഗ്രസ് അംഗം ഷഫീഖിന്റെ പിന്തുണ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും CPMന് ലഭിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ പ്രസിഡന്റായ ടി ഉണ്ണികൃഷ്ണനെ UDF അവിശ്വാസത്തിലൂടെ പുറത്താക്കിയിരുന്നു. BJP അംഗത്തിന്റെ പിന്തുണയോടെയാണ് അവിശ്വാസം പാസാക്കിയത്. തുടർന്ന് മുസ്ലിം ലീഗിലെ MC അബ്ദുൾ അസീസ് പ്രസിഡന്റായി. 1.5 വർഷത്തിനു ശേഷം കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ CPMും അവിശ്വാസം കൊണ്ടുവന്ന് പാസാക്കി. അങ്ങനെ വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ കളികളിലൂടെയാണ് പഞ്ചായത്ത് ഭരണം വീണ്ടും CPMന്റെ കൈകളിലെത്തിയത്. നമ്മുടെ കൊപ്പം പഞ്ചായത്തിലെ കഴിഞ്ഞ LDF ഭരണസമിതികൾ തുടങ്ങിവെച്ചതും തീർപ്പാക്കേണ്ടതുമായ നിരവധി വികസന പ്രവർത്തനങ്ങളെ പൂർത്തീകരിക്കുക എന്നത് ഈ നാട്ടിലെ ജനങ്ങളുടെ വലിയ ആവശ്യമാണ്, ആഗ്രഹമാണ്. അത് സാക്ഷാത്കരിക്കുക എന്നാണ് ഞങ്ങളുടെ ഈ ഭരണസമിതിയുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം. അത് പൂർത്തീകരിക്കും എന്നാണ് പറയാനുള്ളത്. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ LDFനും UDFനും 8 സീറ്റുകൾ വീതമാണ് ഉണ്ടായിരുന്നത്. BJPക്ക് 1 അംഗവുമുണ്ട്. ഇതിൽ കോൺഗ്രസ് അംഗം കൂറുമാറിയതോടെ CPMന് അംഗബലം കൂടി. അതുകൊണ്ട് ഇനിയുള്ള ഭരണം അനായാസമാകുമെന്നതാണ് CPMന്റെ പ്രതീക്ഷ. View Luxurious Makeover Studio, Bus Stand Building, Kulapudi.